സുധമിച്ചന്റെ പിതരവ് എന്ന് പറയുമ്പോൾ അച്ഛനായിരിക്കുന്ന ആത്മനെ മംഗല്യം കഴിപ്പിക്കുമ്പോൾ അച്ഛൻ്റെ മനസ്സിനകത്ത് പ്രമാണമനുസരിച്ച് വിദ്വാൻമാരെ വേണമെന്നും അമ്മയുടെ മനസ്സിനകത്ത് ധനമുള്ളവരെ വേണമെന്നും പറയും. ബന്ധുക്കളുടേതായിരിക്കുന്ന മനസ്സിനകത്ത് കുലമഹിമ നോക്കും. എന്നാൽ സ്വമേധയാ നിന്റെ മനസ്സിനകത്ത് എന്തുണ്ടോ അത് എങ്ങനെയാ? അതല്ലേ അതിന്റെ വർണ്ണനയല്ലേ? നിന്റെ മനസ്സിനകത്ത് എങ്ങനെയുള്ളവരാവണം എങ്ങനെയെങ്കിലും ഉള്ളത് മതിയോ? എങ്ങനെയാ ഇവിടെ അതിന്റെ ഒരു വർണ്ണനകളിലൂടെ തന്നെ അത് ബന്ധപ്പെടുത്തുക. സുധമിച്ചന്തി പിതരോ ധനമിച്ചന്തി മാതര ബാന്ധവ പുരമിച്ചന്തി. പണ്ട് കാലത്ത് രൂപഗുണം ഏറ്റവും പ്രധാനമാണ് അല്ലേ? ഇല്ലേ? സൗന്ദര്യത്തെ സ്നേഹിക്കുന്ന ഒരു കാലമുണ്ടായി. രൂപഗുണമുള്ളവനാവണം പതിയെന്ന് അല്ലെങ്കിൽ ഭർത്താവെന്ന് ചിന്തിക്കുന്നതായ ഒരു കാലം ഉണ്ടായിട്ടുണ്ട്. ഇല്ലാന്ന് പറയാനാവുക. സൗന്ദര്യത്തെ സ്നേഹിച്ചിരിക്കുന്നതായിരുന്ന ഒരു കാലം. ഇന്ന് സൗന്ദര്യത്തിനെ പറ്റി സ്നേഹമൊന്നുമില്ല. ധനത്തിന്റെ മുന്നിൽ മാത്രമാണ്. സ്നേഹങ്ങളെല്ലാം ധനത്തിന്റെ മുന്നിൽ അല്ലെ? സൗന്ദര്യമൊന്നും പ്രധാനമുണ്ടാ? എത്ര ഭംഗിയുള്ളതായിരിക്കുന്ന സന്ധതിയായാലും അല്ലെ, അതിലേറെ എത്ര അന്ധതയുള്ളതായിരിക്കുന്ന ആശ്രമമായാലും ആ ആശ്രയത്തിൽ ധനമുണ്ടോ എന്ന് മാത്രമാണ് നമ്മൾ നോക്കുക അല്ലെ? അങ്ങനെയല്ലേ നോക്കുക അല്ലെ വൈദ്യങ്ങളെ? അവിടെ ധനമുണ്ടോ എന്ന് മാത്രമേ നോക്കൂ അല്ലെ? ആ ധനമുള്ളതായിരിക്കുന്ന ആൾത്തരത്തിന്റെ സൗന്ദര്യത്തെ എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് കുഞ്ഞുമക്കൾക്ക് ഭംഗിയായിട്ട് മംഗല്യം കൽപ്പിക്കുന്നതായ ഒരു അവസ്ഥയാണ്. പിടിച്ചുപോയി ഇല്ല അങ്ങനെയൊന്നുമില്ലല്ലോ അല്ലേ അവിടെ.